ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ ഫുൾ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ നിസ്താത്തിൻ്റെ വീട്ടിൽ കൂടലുണ്ട്. അപ്പോൾ അതിൻ്റെ പാല് കാച്ചൽ ചടങ്ങിലേക്കാണ് ഞങ്ങളിതാ സുബഹിൻ്റെ സമയത്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടുന്ന് നിസ്കരിക്കുകയും ചെയ്യുക. അങ്ങനെ ഞാനും ഉമ്മയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഉപ്പയും ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അളിയൻ്റെ ആൾക്കാരും നമ്മളെ ആൾക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നിസ്കാരം കഴിഞ്ഞതും ഇങ്ങനെ ഒരു മധുരം കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങയും അലുവയും ഈത്തപ്പഴവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ എല്ലാവരും ഇതാ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് നൗഷാക്കാൻ്റെ ഉമ്മയാണ്. പിന്നെ ഇതാ എല്ലാവരും എത്തി ഇതാ നിസ്കരിക്കുകയാണ് കേട്ടോ. ഞങ്ങളും അതിൻ്റെ കൂടെ തന്നെ നിസ്കരിച്ചിട്ടുണ്ട്, കുട്ടികളും ഞങ്ങളും എല്ലാവരും തന്നെ. അപ്പോൾ അതാ ഒക്കെ റാഹത്തായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ പാല് കാച്ചൽ ചടങ്ങിലേക്കാണ്. ഇപ്പോൾ അതാ അളിയൻ്റെ ഉമ്മയും അളിയനും നിസ്താത്തയും ഉമ്മയും എല്ലാവരും കൂടി നിന്നിട്ട് ഇതാ പാലൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് പിന്നെ അതാ നെയ്യപ്പമൊക്കെ അടിപൊളി നെയ്യപ്പമായിരുന്നു കേട്ടോ. അങ്ങനെതാ മക്കളെല്ലാവരും ഇതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ പൊന്നൂസാണ്. എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. അപ്പം നിസ്കാരം കഴിഞ്ഞതും പാല് കാച്ചി അത് ചായക്കായാൽ പിന്നെ എല്ലാവരും ചായ കുടിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചായക്കുള്ള വെള്ളവും പാലും ഒക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇതിങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പാലൊക്കെ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും അത് പാലൊക്കെ തിളച്ചതിന് ശേഷം ചായയാക്കി ചായ കുടിക്കുകയാണ് കേട്ടോ. അതാ കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ. രാവിലെ ആണെങ്കിലും എല്ലാവരും നല്ല ഉഷാറോടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്നത് അളിയൻ്റെ പെങ്ങളെ മോളെ കുട്ടിയാണ്, അളിയൻ്റെ അനിയൻ്റെ കുട്ടിയാണ്. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും ഞാനെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മളെ മക്കൾ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ കുട്ടികൾ കഴിക്കട്ടെ പറഞ്ഞിട്ട് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുള്ളത്. ഇരി പൊറോട്ട, നൂലപ്പം, പിന്നെ ചിക്കൻ തേങ്ങരച്ച കറി, പിന്നെ ബീഫ് വരട്ടിയത് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആണുങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നത് കേട്ടോ. അതാ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്, ഉമ്മമാരും ഞങ്ങളും എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് രാത്രി തലേ ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കൂടലിൻ്റെ തലേ ദിവസം എല്ലാവരും വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. രാത്രി എല്ലാ ജോലികളും ഞങ്ങൾ എല്ലാവരും കൂടി തീർത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാനതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അതിൻ്റെ 2 ദിവസം മുമ്പാണ് നമ്മളെ സ്കൂളിൽ ആനുവൽ ഡേ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡാൻസും ഒക്കെ കളിക്കുകയാണ് കേട്ടോ കുട്ടികൾ. വീടൊക്കെ ഇങ്ങനെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, നല്ല അടിപൊളി വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ ആയിട്ട് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിലായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ വീട് മൊത്തത്തിലൊന്നും കാണിക്കുന്നില്ല, കാരണം ഒന്നിച്ച് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത ദിവസത്തിലേക്കാണ് ഇത് കടന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ കൂടലിൻ്റെ ദിവസമാണിത്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ വൈകുന്നേരം ഫംഗ്ഷനിലേക്കുള്ള പൊറോട്ടയൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇതാ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വന്നൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതാ നല്ല രസമുണ്ട് കേട്ടോ. അവരിങ്ങനെ ഉള്ളി അരിയുന്നതും ഉള്ളി തൊലിക്കുന്നതും ഇറച്ചി കഴുകുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. ആ പന്തലിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. ആകെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും നടന്നൊന്ന് വീഡിയോ എടുത്തതാണ്. അതാ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഇതാ ചിക്കൻ കറി നെയ്ച്ചോറായിരുന്നു. അപ്പോൾ അതാ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുടിക്കലും മാറ്റലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ ഒറ്റക്കായി. അതാ ഞാനും ഫുഡ് കഴിക്കുകയാണ്. പിന്നെ അതാ പന്തലൊക്കെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഇതും കഴിഞ്ഞപ്പോൾ എന്തായാലും മാഷാ അല്ലാ അടിപൊളി ഫംഗ്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നസ്താത്തൻ്റെ വീട്. അപ്പോൾ അതാ ഉപ്പ എല്ലാവരോടും സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട്. അതാ എല്ലാവരും എത്തി തുടങ്ങി. നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹരത്തിലാണ്. ഞാൻ മേലെ നിന്നൊന്ന് താഴേക്ക് നോക്കിയതാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. മേലെ നിന്ന് നമ്മൾ ആ ഒരു താഴേക്കും ആ പരിസരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. നിസ്താത്തിൻ്റെ വീടിൻ്റെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പകലപ്പോഴെങ്കിലും പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല ഫ്ലേവറിലുള്ള ചായയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മിൻറ്റിൻ്റെ ഒരു ചായ വാങ്ങിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ മക്കൾ തന്നെയാണ് കേട്ടോ.
അളിയൻ്റെ പെങ്ങളെ കുട്ടികൾ, പിന്നെ അളിയൻ്റെ ഏട്ടൻ്റെ മോന്, അനിയൻ്റെ മോന്, അങ്ങനെ എല്ലാവരും ആണ് കേട്ടോ. ചിക്കൻ കുറുമയുണ്ട്, വെജിറ്റബിൾ കുറുമയുണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, പിന്നെ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ പൊറോട്ട ഉണ്ട്, പത്തിരി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. പിന്നെ എന്തായാലും അടിപൊളി ഫങ്ഷൻ തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സാണ് കേട്ടോ. ഹർഷയുണ്ട്, റഫീണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. കമർത്ത, ജിൻസി മോള് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കുക. ഇതായി വരുന്നത് സാജിത്താണ് കേട്ടോ. അപ്പോൾ ആരാണാവോ തിരയുന്നത്. നല്ല എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്ത്. ഇത് മാമൻ്റെ വൈഫും മൂത്തമ്മൻ്റെ മോളും പിന്നെ മാമൻ്റെ മോളും അങ്ങനെ എല്ലാവരുമാണ്. ഇത് ആറുക്കാക്ക കേട്ടോ. ഭയങ്കരമായിട്ട് പാട്ട് പാടും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ കേൾക്കാൻ. അപ്പോൾ ഇതിങ്ങനെ കരോക്കെ പാടുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നതിന് ഞാൻ പാട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. മോന് നന്നായി പാടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ആറുക്കാക്കാൻ്റെ മോനാണ് കേട്ടോ. അവനും ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പിടിച്ചപ്പൊട്ടാത്ത പാട്ടാണ് പാടുന്നത്. കേട്ട് കുറേ നേരം നിന്നിട്ടുണ്ട്. നല്ല രസം കേട്ടോ. ഓരോരുത്തരും പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നല്ല രസമുള്ള പാട്ടുകൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒപ്പന ഉണ്ടായിരുന്നു ആ പാട്ടിനനുസരിച്ച്. പിന്നെ കസേര കളിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തൊരു ഫങ്ഷൻ തന്നെയായിരുന്നു നമ്മളത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുക, ഒപ്പന കളിക്കുക. എന്തായാലും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്ത് നടന്നിട്ടുള്ള ഒരു ഫങ്ഷൻ തന്നെയാണ്. കുട്ടികളുടെ കസേര കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാൻ. ലാസ്റ്റ് ഇതിൽ പൊന്നൂസും നീനുമാണ് വിജയികളായിട്ടുള്ളത്. അതിൽ നീനുമാണ് ലാസ്റ്റ് കസേര കിട്ടുന്ന ആളാണല്ലോ ജയിക്കുക. അപ്പോൾ അവർ രണ്ടാളും ആയിട്ടോ. ലാസ്റ്റ് മുത്തക്കാണ് കേട്ടോ എല്ലാം നിയന്ത്രിക്കുന്നത്. മുത്തക്ക എന്ന് പറയുന്നത് അളിയൻ്റെ അനിയനാണ്. നീനു ജയിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളും കസേര കളിക്ക് നിന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. വലിപ്പവും ചെറുപ്പവും ഒന്നും നോക്കിയിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അളിയൻ്റെ കുടുംബം മൊത്തം ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് അളിയൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കാണാം കേട്ടോ. ഇത് ഈ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് അതിലുള്ളത്. നല്ല രസമാണ് കേട്ടോ അവരുടെ കൂടെ കൂടുകയാണെങ്കിൽ. പിന്നെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുക. എല്ലാവരും നല്ല രസമായിരുന്നു. പിന്നെ കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുള്ളത്. പിന്നെ എല്ലാവരും നിന്നൊരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടുള്ളതാണ്. സ്ഥലത്തേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ നല്ല ഉപകാരമുള്ള ഗിഫ്റ്റുകൾ തന്നെയായിരുന്നു കേട്ടോ. എല്ലാം നല്ല നല്ല സാധനങ്ങൾ തന്നെയായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരും പൊളിച്ചെടുക്കുക. ആ പൊളിച്ചെടുക്കുന്ന പേപ്പറൊക്കെ എടുത്ത് വെക്കുക. നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അല്ലേ. അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.